ഓരോ സ്വഹാബിമാർക്കും ഓരോ കഥകളാണ് നമ്മോട് പറയാനുള്ളത്. ആ കഥകളിൽ ഏറ്റവും മനോഹരമായ പ്രിയപ്പെട്ട കഥ അത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പേർഷ്യയിൽ, ഇന്നത്തെ ഇറാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ശേഷം മദീനയിലേക്ക് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുന്നു. സത്യം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ നീണ്ട 30 വർഷത്തെ യാത്രകൾ, അതിനിടയിൽ അടിമ പോലുമാകേണ്ടി വരുന്ന ദുരിതയാത്രകൾ എല്ലാം അവസാനിച്ച് ജനിച്ച അതേ നാട്ടിലേക്ക് ഭരണാധികാരിയായിട്ടെത്തുന്ന, അവിടെ നിന്ന് വഫാത്താവുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കഥ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ യുദ്ധങ്ങളിൽ പോലും പുതിയ പുതിയ ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളൊക്കെ സമ്മാനിക്കുന്ന തരത്തിലേക്ക് വളർന്ന പ്രവാചകൻ്റെ പ്രിയപ്പെട്ട അനുചരനായി മാറിയ സൽമാൻ തങ്ങളുടെ കഥയാണിന്ന്. പേർഷ്യയിൽ, ഇന്നത്തെ ഇറാനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പേർഷ്യയിലെ ജി എന്ന പട്ടണം, ഇന്നത്തെ റാമഹുർമുസിൻ്റെ സമീപത്തായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഈ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് റൂസിബ എന്നതായിരുന്നു. ജന്മി പ്രഭുവായിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ്. ധാരാളം ഭൂസ്വത്തുക്കളും സ്ഥലങ്ങളും സമ്പത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ആ നാട്ടിലെ. മജൂസിയായിരുന്നു അദ്ദേഹം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് പ്രവാചകനെ കണ്ട് സ്വഹാബിയായ ഒരേ ഒരു മജൂസിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് വായിച്ചെടുക്കാനാവും. ആ മജൂസിയായിരുന്ന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് അത്രയും ദൂരം 1400 കിലോമീറ്ററുകൾക്കൊക്കെ അപ്പുറത്ത് മദീനയിലേക്ക് എത്തി പ്രവാചകനിൽ വിശ്വസിക്കുന്നത്. മനോഹരമായ ഒരു കഥയാണത്. മജൂസിയായിരുന്ന പിതാവ് ഈ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ, റൂസിബയെ, പുറത്തേക്കൊന്നും വിടുമായിരുന്നില്ല. ഒരുപാട് സമ്പത്തുണ്ട്, കച്ചവടം ചെയ്യേണ്ട ആവശ്യമില്ല, സമ്പത്ത് വീട്ടിൽ കുന്നുകൂടി കിടക്കുന്ന പോലും അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മകനെ പുറത്തേക്കോ മറ്റുള്ള സ്ഥലങ്ങളിലേക്കോ ഒന്നും അദ്ദേഹം പറഞ്ഞയക്കുമായിരുന്നില്ല. വീട്ടിൽ സദാ അദ്ദേഹത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ഭക്ഷണമൊക്കെ നൽകി അദ്ദേഹം വളരെ പരിലാളനയോടുകൂടെ വളർത്തുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട മകനെ. ഒരു ദിവസം കാര്യമായിട്ടുള്ള തിരക്കുകളിൽ പെട്ടുപോയി. ഇവരുടെ കുടുംബത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, പിതാവ് പോലും കാര്യമായിട്ട് ജോലികളൊന്നും ചെയ്യുന്നില്ല. സമ്പത്തും ബിസിനസ്സൊക്കെ അവിടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി അവരുടെ കുടുംബ ക്ഷേത്രത്തിലെ, ഈ മജൂസി ക്ഷേത്രത്തിലെ തീ അണയാതെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കുടുംബ രീതി. മജൂസികളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഈ തീ അത് കാലങ്ങളോളം അണയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം. ഇന്ന് നമ്മുടെ ഗുജറാത്തിലാണ് ഏറ്റവും പുരാതനമായ 1400 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഉണ്ടാക്കിയ തീ ഇപ്പോഴും അത് കെടാതെ അവർ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മജൂസികളുടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ ഗുജറാത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ആ മതത്തെപ്പറ്റി കാലികമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഒരു ദിവസം പിതാവ് കാര്യമായിട്ട് എന്തോ തിരക്കുകളിൽ പെട്ടുപോയി. തൻ്റെ മകനെ അവരുടെ തോട്ടത്തിലേക്ക് പിതാവ് പറഞ്ഞയക്കുകയാണ്. കാര്യമായിട്ട് അങ്ങനെ പുറത്തേക്കോ അവരുടെ തോട്ടത്തിലേക്കോ ഒന്നും തനിച്ച് തൻ്റെ പിതാവ് ഈ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയക്കാറില്ല. അന്ന് കാര്യമായിട്ട് എന്തോ തിരക്ക് കൊണ്ട് മാത്രമാണ് സൽമാൻ ഫാരിസി തങ്ങളെ അവരുടെ തോട്ടത്തിലേക്ക് തൻ്റെ പിതാവ് പറഞ്ഞയക്കുന്നത്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെയാണ് അവിടേക്ക് ചെല്ലുന്നതും. വഴിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ വഴിയിൽ വെച്ചുകൊണ്ട് അവരുടെ ക്രിസ്ത്യൻ പള്ളി അദ്ദേഹം കാണുകയാണ്. അവിടെ നിന്ന് മനോഹരമായ സങ്കീർത്തനങ്ങൾ അദ്ദേഹം കേൾക്കുന്നു. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നും അവരുടെ സങ്കീർത്തനങ്ങൾക്കായിട്ട്, ഗീതങ്ങൾക്കായിട്ട് പല കിതാബുകൾ പോലും, ഗ്രന്ഥങ്ങൾ പോലും അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അന്ന് ആ പള്ളിയിൽ നിന്ന് മനോഹരമായ സങ്കീർത്തനങ്ങളാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു കേൾക്കുന്നത്. അദ്ദേഹത്തിന് അത് അത്രമേൽ ആകർഷിക്കുന്നു. അദ്ദേഹം തൻ്റെ പിതാവ് തന്നെ എന്തിനാണ് പറഞ്ഞയച്ചത് എന്ന് പോലും മറന്നുകൊണ്ട് ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ചെന്ന് കയറുകയാണ്. അവിടുത്തെ സങ്കീർത്തനങ്ങളിൽ കേട്ട് അദ്ദേഹം മുഴുകിയിരിക്കുന്നു. അവിടുത്തെ പണ്ഡിതന്മാരുമായിട്ട് ഒരുപാട് നേരം അദ്ദേഹം അവരുടെ മതത്തെപ്പറ്റിയും അവരുടെ യാഥാർത്ഥ്യങ്ങളെപ്പറ്റിയും അവരുടെ അസ്തിത്വത്തെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം, പ്രഭാതം ഇങ്ങനെ കടന്ന് സന്ധ്യ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും തൻ്റെ പിതാവ് തന്നെ പറഞ്ഞയച്ച കാര്യത്തെപ്പറ്റി ഒന്നും ഇദ്ദേഹം ഓർമ്മിക്കുന്നില്ല. അതെല്ലാം മറന്നുപോയിട്ടുണ്ട്.
താനിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമല്ല എന്നൊരു ബോധ്യം എപ്പോഴോ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു യാത്രയും അതിനു വേണ്ടിയിട്ടുള്ള സംശയങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ നില പോലും മറന്ന് അദ്ദേഹം ഈ ക്രിസ്ത്യൻ പാതിരിമാരോട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സൽമാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട് ആ പാതിരിയോട്, നിങ്ങളുടെ മതത്തിൻ്റെ ബേസ് എവിടെയാണ്, അസ്തിത്വം എവിടെയാണെന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നു അത് സിറിയയിലാണ് അതിൻ്റെ അസ്തിത്വം എന്നൊക്കെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിതാവാണെങ്കിൽ തൻ്റെ മകനെ, ഇടക്ക് മാത്രം പുറത്തേക്ക് ഇറക്കുന്ന മകനെ കാണാതായപ്പോൾ വളരെ വേവലാതിപ്പെടുന്നുണ്ട്. തൻ്റെ ജോലിക്കാരെയും കാവൽക്കാരെയൊക്കെ വിളിച്ചിട്ട് മകനെ അന്വേഷിച്ചു വരാൻ പറയുന്നുണ്ട്. ആ ജോലിക്കാർ എല്ലായിടത്തും അന്വേഷിച്ചുകൊണ്ട് അവസാനം ഈ ക്രിസ്ത്യൻ പള്ളിയിൽ വരുമ്പോൾ അവിടെ ഇരിക്കുന്ന തൻ്റെ യജമാനൻ്റെ പുത്രനെയാണ് അവർ കാണുന്നത്. ഉടനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അവരോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് വരുന്നു. പിതാവ് വളരെ ദേഷ്യത്തോടെയാണ് സംസാരിക്കുന്നത്. മകനെ എവിടെയായിരുന്നു നീ ഇത്രയും സമയം, നിന്നെ അയച്ച ജോലിയൊക്കെ എന്താ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നടന്ന കാര്യങ്ങൾ മുഴുവനും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തന്റെ പിതാവിന് പറഞ്ഞു കൊടുക്കുന്നു. മാത്രമല്ല സൽമാൻ ഫാരിസി കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഉപ്പ, നമ്മുടെ മതത്തെക്കാൾ ഏറ്റവും മികച്ച മതമായിട്ട് എനിക്ക് ആ ക്രിസ്ത്യൻ മതത്തെ തോന്നുന്നുണ്ട്. അത് കേട്ടതോടുകൂടെ ഉപ്പക്ക് കടുത്ത ദേഷ്യം വരുന്നു. കാരണം ഏറ്റവും സമ്പന്നനായ മജൂസി അതിൻ്റെ തീ ആരാധകർ, അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് ഇങ്ങനെ ഈ ക്രിസ്ത്യൻ മതത്തിനെ പറ്റി തൻ്റെ മകൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ മകനെങ്ങാനും ആ മതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാട്ടിലേക്ക് ഇറങ്ങി നടക്കാൻ പോലും പറ്റാത്ത തരത്തിൽ താൻ അപമാനിതനായി പോകും എന്ന ഒരു ബോധ്യം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് അദ്ദേഹത്തെ വളരെയധികം വേട്ടയാടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കടുത്ത ഭാഷയിലാണ് തൻ്റെ മകനെതിരെ ഈ പിതാവ് സംസാരിക്കുന്നത്. മാത്രമല്ല അവനെ പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം തടങ്കലിലാക്കിക്കൊണ്ട് കാലിൽ ചെങ്ങലക്കിട്ടുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് തൻ്റെ മകനെ ആ വീട്ടിൽ ആ പിതാവ് വളർത്തുന്നത്. കണ്ണു വെട്ടിച്ചെപ്പോഴെങ്കിലും അവൻ ആ ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ചെല്ലുമോ, തൻ്റെ മതപരിവർത്തനം നടത്തുമോ എന്നതൊക്കെ അദ്ദേഹത്തിന് വലിയ ഭയമായിരുന്നു. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന മെഹ്റാൻ എന്നൊരാൾ, അവരുമായിട്ട് ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടു തടങ്കലിലായിരിക്കെ തന്നെ കത്തിടപാടുകൾ നടത്തുന്നു. ആ ചർച്ചിലെ ആ പുരോഹിതനുമായിട്ട് നിരന്തരം സംവാദങ്ങളും സംസാരങ്ങളും തൻ്റെ മതത്തെ പറ്റിയുള്ള സംശയങ്ങളും സത്യത്തെ തേടിയുള്ള തൻ്റെ അഭിലാഷങ്ങളൊക്കെ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, നിങ്ങളുടെ മതത്തിൻ്റെ യഥാർത്ഥ ബേസായിട്ടുള്ള ഷാമിലേക്ക് എനിക്ക് യാത്ര ചെയ്യണം, അതിന് എനിക്ക് എന്തെങ്കിലും ഒരു വഴി നിങ്ങൾ ഏർപ്പെടുത്തി തരണം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആ ക്രിസ്ത്യൻ പള്ളിയിലെ പാതിരി സൽമാൻ തങ്ങൾക്ക് തിരിച്ച് കത്തെഴുതുന്നു, നിങ്ങൾ കാത്തിരിക്കണം, നല്ലൊരു കച്ചവട സംഘം അവിടേക്ക് തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം എന്നും പറയുന്നു. അന്ന് ഈ പേർഷ്യയിൽ ഉണ്ടായിരുന്ന, അവിടേക്ക് എത്തിയ ഈ സൽമാൻ തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഈ ക്രിസ്ത്യൻ പള്ളിയും അവിടുത്തെ മതാചാരങ്ങളും ഒക്കെ നിലവിലുള്ള ക്രിസ്ത്യാനികളുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ആളുകളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും റോമിൽ അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് പരിവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ യഥാർത്ഥ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളിലേക്കും അവിടുത്തെ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ കടത്തിക്കൂട്ടലുകൾ നടത്തിയതിന് ശേഷം ഈ കോൺസ്റ്റന്റൈൻ തൻ്റെ മതത്തിലേക്ക് ബാക്കിയുള്ള അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഗ്രന്ഥങ്ങളും കത്തിച്ചു കളയുകയും ഇന്നു മുതൽ ഇതാണ് ക്രിസ്ത്യൻ മതം എന്ന പേരിൽ അദ്ദേഹം പുറത്തിറക്കിയ മതമാണ് ഇന്നും ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു മതം. യഥാർത്ഥത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ആശാദർശങ്ങളോ അവരിലേക്ക് ഇറക്കപ്പെട്ട കിതാബുകളോ ഗ്രന്ഥങ്ങളോ ഒന്നുമല്ല അവർ നിലവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ദൈവത്തെ പോലും മാറ്റിമറിക്കുന്ന തരത്തിലേക്ക്, ത്രിയേകത്വത്തിൻ്റെ കാര്യത്തിലേക്ക് പോലും അവർ കാലെടുത്ത് വെച്ചിരിക്കുന്നു. അന്ന് റോമിൽ ഈ കോൺസ്റ്റന്റൈനെ വിശ്വസിക്കാത്ത യഥാർത്ഥ ക്രിസ്തുമത വിശ്വാസികളായിരുന്നു അന്ന് സൽമാൻ തങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഈ ചർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ. അവർ ഈ കോൺസ്റ്റന്റൈൻ്റെ ക്രിസ്തുമതത്തിൽ വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ അവരെ റോമിൽ നിന്ന് ആട്ടി ഓടിച്ചതായിരുന്നു. അതുകൊണ്ടാണ് ദ ചർച്ച് ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെട്ടിരുന്ന ഈ വിഭാഗം പേർഷ്യയിൽ വന്നുകൊണ്ട് അവരിവിടെ പള്ളിയും ക്രിസ്ത്യൻ മതങ്ങൾക്കുമായിട്ട് അതിൻ്റെ ജീവിത രീതികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അവരോട് ആയിട്ടാണ് ഈ സൽമാൻ തങ്ങൾ സംസാരിക്കുന്നതും അവരുടെ മതത്തിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നതൊക്കെ. അങ്ങനെ ഒരു ദിവസം ഈ പള്ളിയിലെ പാതിരി ഇദ്ദേഹത്തിന് കത്തെഴുതുന്നു, ഒരു കച്ചവട സംഘം തയ്യാറായി വന്നിട്ടുണ്ട്, അവരുടെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യുമെന്ന് പറയുന്നു. തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ മെഹ്റാൻ്റെ സഹായത്തോടെ വീട്ടുതടങ്കലിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് ആ കച്ചവട സംഘത്തോടൊപ്പം അങ്ങനെ ഷാമിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. 1400 കിലോമീറ്ററുകൾ അകലെ പേർഷ്യയിൽ നിന്നുള്ള ഷാമിലേക്കാണ് അദ്ദേഹം ആ യാത്ര തുടങ്ങുന്നത്. കേവലം എത്രയോ മാസങ്ങളുടെ വഴി ദൂരമുണ്ടത്. തൻ്റെ നാട്ടിൽ ജനിച്ച അതീവ സമ്പന്ന പുത്രനായിരുന്ന സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ് സമ്പത്തും മഹിമയും കുടുംബ പ്രൗഢിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഈ സത്യം തേടിക്കൊണ്ട് തന്നെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ യഥാർത്ഥ സത്യത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര
അവിടെ അദ്ദേഹം ആരംഭിക്കുകയാണ്. അങ്ങനെ സിറിയയിലെത്തി അവിടുത്തെ തൻ്റെ ഗുരുവുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തുമായിട്ട് ഇടപഴകുകയും പഠനമൊക്കെ ആരംഭിക്കുകയാണ്. അദ്ദേഹത്തെ അവിടെ ഉണ്ടായിരുന്ന ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ആളുകളൊക്കെ അത്യധികം ബഹുമാനിക്കുന്ന, അന്ന് മതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരാളായിട്ടാണ് ആളുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആദ്യത്തെ ഈ ക്രിസ്തു മതത്തെ പറ്റിയുള്ള പഠനങ്ങൾ ആരംഭിക്കുന്നത്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ മനുഷ്യൻ, തൻ്റെ ഗുരു, ആളുകൾക്കിടയിൽ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന, വളരെ ഭക്തിയോടുകൂടി ജീവിക്കുന്ന, ആളുകളെല്ലാവരും അത്യധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ക്രിസ്തുമതത്തിലെ അക്കാലത്തുണ്ടായിരുന്ന ഏറ്റവും മികച്ച ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആളുകളിൽ നിന്ന് ചൂഷണപരമായി അദ്ദേഹം പണം സ്വീകരിക്കുകയും മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം സ്വീകരിക്കുകയും മാത്രമല്ല അത് സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നതായിട്ടാണ് ഈ ഗുരുവിനെ, അതിൻ്റെ യഥാർത്ഥ പൊയ്മുഖം ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു കണ്ടെത്തുകയാണ്. എല്ലാ കാലത്തും എല്ലാ മതങ്ങളിലും ഇതുപോലെയുള്ള ആളുകളുണ്ട് എന്നുള്ളത് കേവലം ഒരു വാസ്തവം മാത്രമാണ്. മതത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് പണം പിരിക്കുകയും ആളുകളെ ചൂഷണം ചെയ്യുന്ന ആളുകൾ കാലത്തും എല്ലാ മതങ്ങളിലും, ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, എല്ലാ മതങ്ങളിലും നിലനിൽക്കുന്ന ഒന്നായിട്ട് തന്നെയാണ് നമുക്ക് ബോധ്യമുള്ളത്. അതിൻ്റെ ഒരുപാട് തെളിവുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കാലം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. പക്ഷേ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിന് ഇത് പുറത്തു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം ആളുകൾ അത്രയും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ പറ്റി ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവൻ പോലും അപകടത്തിലാവും. അങ്ങനെ ഒരു സാഹചര്യമാണ് തൻ്റെ മുന്നിലുള്ളത്. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോകുന്നു. ഈ ഗുരു അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലേക്ക് കടക്കുന്നു. ഒരു ദിവസം അദ്ദേഹം മരിച്ചു പോവുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ നാട്ടിലുള്ള ആളുകൾ മുഴുവനും ഒരുമിച്ച് കൂടി ഇദ്ദേഹത്തിന് അത്യധികം ബഹുമാനത്തോടു കൂടെയുള്ള വലിയ ആദരവുകൾ സമ്മാനിച്ചുകൊണ്ടുള്ള ഒരു യാത്രയയപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു മരണാനന്തര ചടങ്ങ് നടത്താനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും ആരംഭിക്കുകയാണ്. ആ അവസരത്തിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഇടപെടുന്നു. ഈ കള്ളനായ മനുഷ്യൻക്കാണോ നിങ്ങൾ ഇത്രയും വലിയ മരണാനന്തര ചടങ്ങുകൾ ഏർപ്പാടാക്കുന്നത് എന്ന് ആ മനുഷ്യരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു. അവരൊക്കെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇത്രയും ബഹുമാനിക്കുന്ന ആളെ പറ്റിയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആളുകൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ പറയുന്നതിനൊക്കെ തെളിവ് വല്ലതുമുണ്ടോ? ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നാലിന്ന സ്ഥലത്ത് മണ്ണിനടിയിൽ 7 ഭരണികളിലായിട്ടാണ് ഇത്രയും കാലം നിങ്ങളിൽ നിന്നൊക്കെ ശേഖരിച്ച പണം, ചൂഷണം ചെയ്തെടുത്ത പണം അദ്ദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ പോയി തിരഞ്ഞു നോക്കാമെന്ന് പറയുന്നു. ആളുകളെല്ലാവരും ആ സ്ഥലത്തേക്ക് ഓടുന്നു. അവിടെ മണ്ണിൽ കുഴിച്ചു നോക്കുമ്പോൾ സൽമാൻ തങ്ങൾ പറഞ്ഞതുപോലെ 7 ഭരണികൾ നിറയെ സ്വർണ്ണ നാണയവും വെള്ളികളും ആളുകളെ ചൂഷണം ചെയ്തു വാങ്ങിയ സമ്പത്തൊക്കെ അവർ കണ്ടെത്തുകയാണ്. അതോടുകൂടെ ഇത്രയും കാലം ബഹുമാനിച്ചിരുന്ന ഗുരുവിനെ അവരെല്ലാവരും തള്ളിപ്പറയാൻ തുടങ്ങുന്നു. ആ മരണാനന്തര ചടങ്ങുകൾ പോലും കൃത്യമായി നടത്താതെ അദ്ദേഹത്തെ കുരിശിലേറ്റുകയാണ് ആ സമൂഹം ചെയ്യുന്നത്. അങ്ങനെ പുതിയ ഗുരുവിനെ തേടിയുള്ള സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ കാത്തിരിപ്പ് വീണ്ടും തുടരുകയാണ്. അങ്ങനെ ഈ ഗുരുവിൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഗുരു അവിടെ അവരോഹിതനാവുകയാണ്. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നുണ്ട്, താൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുൻപ് താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും മികച്ച അധ്യാപകനായിരുന്നു അത്. ആ പുതിയ ഗുരുവിൻ്റെ കീഴിൽ ഇദ്ദേഹം ഒരുപാട് കാലം പഠിക്കുന്നുണ്ട്. മതത്തെ പറ്റിയും അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും വിശ്വാസങ്ങളെ പറ്റിയൊക്കെ ഏറെക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഈ അധ്യാപനവും പഠനവും ഒക്കെ അങ്ങനെ നീണ്ടുകൊണ്ടു പോവുകയാണ്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. ഈ ഗുരു മരണവേളയിൽ കിടക്കുന്ന സമയത്ത് സൽമാൻ തങ്ങൾ ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഗുരു, എനിക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ മറ്റു ഗുരുക്കന്മാരില്ല, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് മറ്റൊരു ഗുരുവിനെ പരിചയപ്പെടുത്തി തരണമെന്ന് പറയുന്നു. അപ്പോഴും ഇത്രയും കാലം പഠിച്ചിട്ടും അദ്ദേഹത്തിന് യഥാർത്ഥ സത്യത്തിലേക്കുള്ള ഒരു ബോധ്യം അല്ലെങ്കിൽ ഒരു സമാധാനം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാണ് ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയൊരു ഗുരുവിനെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങുന്നു. ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മതം ഇനി ഇതുപോലെ സംരക്ഷിക്കുന്ന കാര്യമായിട്ടുള്ള ആളുകളെ ഒന്നും എനിക്ക് ഈ ലോകത്ത് തന്നെ ഇനി അറിയില്ല. അങ്ങനത്തെ ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ മതം അത്രമേൽ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും മൂസിൽ അഥവാ ഇന്നത്തെ ഇറാഖിലാണത്. അന്നത്തെ ഷാമിൽ നിന്ന് 800 കിലോമീറ്ററുകളോളം സഞ്ചരിക്കണം. അവിടെ ഒരു ഗുരു ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ ഈ ഗുരുവിൻ്റെ മരണശേഷം മൂസിലേക്ക് ചെല്ലുന്നുണ്ട്. മൂസിലെ പുതിയ ഗുരു, അദ്ദേഹം നല്ല മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഒരുപാട് കാലം ഇദ്ദേഹം പഠിക്കുന്നുണ്ട്. ആ ഗുരുവിൻ്റെ മരണവേളയിലും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ചോദിക്കുന്നു, തനിക്ക് പുതിയൊരു ഗുരുവിനെ കണ്ടെത്തി തരണം. ആ ഗുരു ആ സമയത്ത് പറയുന്നുണ്ട്, നമ്മുടെ മതം അത്രമേൽ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു പുതിയ ആളെ നിനക്ക് പറഞ്ഞു തരിക എന്നുള്ളത് എൻ്റെ പരിധിയിൽപ്പെട്ട കാര്യമല്ല. എങ്കിലും നുസീബിയനിൽ, ഇന്നത്തെ തുർക്കിയാണത്, അവിടെ ഒരു ഏറ്റവും പുരാതനമായ ഒരു ചർച്ചും അവിടെ ഒരു ഗുരുവും ഒക്കെ ഉണ്ട്.
നീ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ചരിത്രത്തിൽ ഏറ്റവും പുരാതനമായിട്ടുള്ള ചർച്ച ആയിട്ടാണ് ഈ തുർക്കിയിലെ ചർച്ച് പരിഗണിക്കപ്പെടുന്നത്. അങ്ങനെ സൽമാൻ തങ്ങൾ അവിടേക്ക് യാത്രയാകുന്നു. തുർക്കിയിൽ ഈ ഗുരുവുമായിട്ട് പഠനം ആരംഭിക്കുകയും നല്ല ഗുരുവായിരുന്നു, ഒരുപാട് കാലത്തെ പഠനം തുടർന്നു പോവുകയും ചെയ്യുന്നു. ഈ ഗുരുവിൻ്റെ മരണവേളയിലും സൽമാൻ തങ്ങൾ തൻ്റെ പതിവ് ചോദ്യം ആവർത്തിക്കുന്നു. ഗുരു പതിവ് പോലെ തന്നെ മറുപടിയും തുടങ്ങുന്നു. നമ്മുടെ മതം അത്രമേൽ മാറ്റിമറിക്കപ്പെട്ടിട്ടുണ്ട്, പുതിയൊരാളെ കിട്ടുക എന്നുള്ളത് അത്രമേൽ ദുഷ്കരമാണ്. എങ്കിലും അമൂറിയയിൽ അഥവാ ഗ്രീക്കിലെ പ്രദേശമാണിത്. ഇന്നത്തെ ഗ്രീക്കിൽ അമൂറിയ അഥവാ ഈസോപ്പ് കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ ഈസോപ്പിൻ്റെ നാടാണ് ഈ അമൂറിയ എന്നുള്ള സ്ഥലം. അവിടെ ഒരു ഗുരു ഉണ്ട്, നീ അദ്ദേഹത്തെ പോയി കാണണം എന്ന് പറയുന്നു. അങ്ങനെ ഈ ഗുരുവിൻ്റെ മരണശേഷം സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പിന്നീട് അമൂറിയയിലേക്ക് യാത്രയാവുകയാണ്. അമൂറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ അത് അറേബ്യയുടെ തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്. അമൂറിയയിലെത്തി പതിവിന് വിപരീതമായിക്കൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഗുരുവുമായിട്ടുള്ള പഠനമൊക്കെ തുടർന്നുകൊണ്ടിരിക്കെ തന്നെ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കച്ചവടവും ഒക്കെ തുടങ്ങുന്നുണ്ട്. അഥവാ ഒരുപാട് കന്നുകാലികളെ വളർത്താനും ആടുകളെ വളർത്താനും പശുക്കളെ വളർത്താനൊക്കെ അദ്ദേഹം ആരംഭിക്കുകയാണ്. തൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒപ്പം തന്നെ സമ്പാദിക്കാനും ഒക്കെ അദ്ദേഹം ആരംഭിക്കുന്നുണ്ട്. ഈ ഗുരുവിൻ്റെ മരണാസന്നനായി കിടക്കുമ്പോഴും അദ്ദേഹം ചെന്ന് ചോദിക്കുന്നു, മറ്റൊരു ഗുരുവിനെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോഴും ഇത്രയും ഗുരുക്കളുടെ ഇടയിലൂടെ അദ്ദേഹം കടന്നു പോയിട്ടും ഇത്രയും വർഷങ്ങളുടെ യാത്ര അദ്ദേഹം തുടർന്നിട്ടും യഥാർത്ഥ സത്യത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സ് പാകപ്പെട്ട് വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒട്ടും സംതൃപ്തമായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഗുരു പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മകനെ, ഇനി ഇതുപോലെ മറ്റൊരു ഗുരുക്കൾ ഈ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് എനിക്ക് നിനക്ക് പുതിയൊരു ഗുരുവിനെ നിനക്ക് പറഞ്ഞു തരാനും എൻ്റെ കയ്യിലില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചെയ്യാനുള്ളത് ഇബ്രാഹിം പ്രവാചകൻ്റെ മതത്തിൽപ്പെട്ട ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇബ്രാഹിം നബിയുടെ ഒക്കെ പരമ്പരയിൽപ്പെട്ട പുതിയൊരു പ്രവാചകനെ ഈ ലോകം കാത്തിരിക്കുകയാണ്. നിനക്ക് ഈ ഭൂമുഖത്ത് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഗുരു ഇനി ആ വരാൻ പോകുന്ന പ്രവാചകൻ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ പോകുന്ന ഒരു പ്രവാചകനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മരണാസന്നതയിൽ കിടക്കുന്ന ഗുരു സൽമാൻ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. സൽമാൻ തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആ പ്രവാചകനെ എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക? ആ സമയത്ത് ആ ഗുരു പറഞ്ഞു കൊടുക്കുന്നു, ഈന്തപ്പനകൾ തിങ്ങി വളർന്ന ഒരു നാടാണത്. മാത്രമല്ല അതിൻ്റെ 2 ഭാഗങ്ങളിൽ ശക്തമായ വലിയ അഗ്നിപർവ്വതങ്ങളാണ്. ആ നാടിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അഥവാ യസ്രിബ്, അന്നത്തെ മദീനയെ പറ്റിയാണ് ആ ഗുരു സൽമാൻ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രവാചകത്വം പോലും ലഭിക്കാത്ത അവസരത്തിലാണ് ഈ യസ്രിബിനെ പറ്റിയും അവിടേക്ക് എത്താൻ പോകുന്ന പ്രവാചകനെ പറ്റിയൊക്കെ ഈ ഗുരു പറഞ്ഞു കൊടുക്കുന്നത്. മാത്രമല്ല വീണ്ടും സൂചനകൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആ പ്രവാചകൻ ഒരിക്കലും സ്വതക്കകൾ ഭക്ഷിക്കുകയില്ല. മാത്രമല്ല നിങ്ങൾ സമ്മാനമായിട്ട് നൽകുന്ന ഹദിയയാണെങ്കിൽ അത് ചിലപ്പോൾ ഭക്ഷിച്ചു എന്ന് വരും, സ്വതക്ക ഒരിക്കലും ഭക്ഷിക്കുകയില്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പിറകിൽ പ്രവാചകത്വത്തിൻ്റെ ഒരു മുദ്രയും നിങ്ങൾക്ക് കാണാനാവും എന്നതടങ്ങിയ എല്ലാവിധ തെളിവുകളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ ഗ്രന്ഥങ്ങൾ വഴി ആ പണ്ഡിതന്മാർക്ക് കിട്ടിയതാവാം. നമുക്കറിയാം, മദീനയിൽ അക്കാലത്ത് യസ്രിബിലുണ്ടായിരുന്ന ജൂതന്മാർക്ക് പോലും അവർ വരാൻ പോകുന്ന ഔസ് ഖസ്റജുമായിട്ട് യുദ്ധങ്ങൾ നടക്കുമ്പോൾ പോലും ജൂതന്മാർ അവരോട് പറഞ്ഞിരുന്നത്, യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ ജൂതന്മാർ ഈ ഔസ് ഖസ്റജ് ഗോത്രക്കാരോട് പറയും, ഞങ്ങൾക്കിടയിലേക്ക് ഒരു പ്രവാചകൻ വരാനുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തി കളയും എന്ന് നിരന്തരം സംസാരിക്കുമായിരുന്നു. എന്നിട്ട് ആ പ്രവാചകൻ വന്നു കഴിഞ്ഞപ്പോൾ അവരിലേക്കല്ല വന്നത്, അറേബ്യയിലാണ് വന്നത് എന്നുകൊണ്ട് ആ ജൂതന്മാർ പോലും അവിശ്വസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പ്രവാചകനെ പറ്റിയുള്ള നിരന്തരമായ അധ്യാപനങ്ങളും നിരന്തരമായ സൂചനകളും ഒക്കെ അവരുടെ കാലാകാലമായിട്ട് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഖുർആൻ പറയുന്നത് പോലെ അവർക്ക് അവരുടെ മക്കളേക്കാൾ പ്രിയങ്കരമായിട്ട്, അല്ലെങ്കിൽ മക്കളെ അറിയുന്നതിനേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് അവർക്ക് ഈ വരാൻ പോകുന്ന പ്രവാചകനെ പറ്റി അറിയാമായിരുന്നു എന്നാണ് ഖുർആൻ ഭാഷ്യം. അങ്ങനെ വരാൻ പോകുന്ന പ്രവാചകനെ പറ്റിയുള്ള എല്ലാ സൂചനകളും പറഞ്ഞു കൊടുത്തുകൊണ്ട് ആ ഗുരു തന്നെ വിട്ടിട്ട് വേർപിരിയുകയാണ്. സൽമാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ നാട് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ മാത്രമാണ് ഗുരു പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഗുരുവിന് കൃത്യമായിട്ടുള്ള സ്ഥലം ഏതാണെന്ന് അറിയില്ല. ആ സൂചനകൾ വെച്ചുകൊണ്ട് ഈ നാടിനെ പറ്റി പഠിക്കണം. അങ്ങനെ നീണ്ട കാലത്തെ പഠനവും അദ്ദേഹത്തിന് അതിനെപ്പറ്റിയുള്ള നാടിനെ പറ്റിയിട്ടുള്ള അന്വേഷണങ്ങളുമാണ് സൽമാൻ തങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത്. കാലം അത്രയും അദ്ദേഹം ഒരുപാട് സമ്പാദിക്കുന്നുണ്ട്, പശുക്കളും ആടുകളും കൃഷിയൊക്കെ വിപുലമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ അമൂറിയയിലേക്ക് മദീനയിൽ നിന്നുള്ള ഒരു ഗോത്രം, ബനൂ കൽബ് ഗോത്രക്കാർ, ഒരുപാട് സ്വഹാബിമാർ പോലും വന്ന ഗോത്രമാണ്. മുസ്ലിങ്ങളല്ല, അക്കാലത്ത് അവർ അവിശ്വാസികളായിരുന്നു. അവർ കച്ചവട ആവശ്യാർത്ഥവുമായിട്ട് ഈ അമൂറിയയിലെത്തുന്നു.
നാട്ടിലേക്ക് വരുന്ന എല്ലാ കച്ചവട സംഘങ്ങളുമായിട്ട് ഈ ഗുരു പറഞ്ഞു കൊടുത്ത സ്ഥലത്തിൻ്റെ സൂചനകളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്കൊക്കെ പരിചയമുണ്ടോ എന്ന് അന്വേഷിക്കൽ സൽമാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പതിവ് ശീലമായിട്ട് മാറിയിരുന്നു. അങ്ങനെയാണ് ബനൂ കൽബ് ഗോത്രക്കാരോട് ഈ നാടിനെ പറ്റിയുള്ള സൂചനകൾ പറയുന്നത്. ആ സമയത്ത് ബനൂ കൽബ് ഗോത്രക്കാർ പറയുന്നു, അത് ഞങ്ങളുടെ നാടാണ്, യസ്രിബിനെ പറ്റിയാണ് നിങ്ങൾ ഈ പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗം മുഴുവനും ഈന്തപ്പന തിങ്ങി നിറഞ്ഞ തോപ്പുകളാണ്, രണ്ടു ഭാഗം മുഴുവനും അഗ്നിപർവ്വതങ്ങളാൽ ആ നാടിനെ സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന നാടാണത്. അത് നിങ്ങൾ പറയുന്നത് യസ്രിബിനെ പറ്റിയാണ്. സൽമാൻ തങ്ങൾക്ക് വളരെ സന്തോഷമായി. എങ്കിൽ നിങ്ങൾ എന്നെയും നിങ്ങളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകുമോ? ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം മുഴുവനും നിങ്ങൾക്ക് തരാം. അങ്ങനെ യാത്രാ സംഘം വളരെ സന്തോഷത്തോടെ ആ ഓഫർ സ്വീകരിക്കുന്നു. സൽമാൻ തങ്ങൾ ഇത്രയും കാലം താൻ സമ്പാദിച്ച ആടുകളെയും പശുക്കളെയും ഒട്ടകങ്ങളെയൊക്കെ ഈ ബനൂ കൽബ് ഗോത്രക്കാർക്ക് സമ്മാനമായിട്ട് നൽകിക്കൊണ്ട് അവരുടെ കൂടെ മദീനയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ദിവസങ്ങളുടെ നീണ്ടുന്ന യാത്ര അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ വാദി അൽ ഖുറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇവരുടെ യഥാർത്ഥ സ്വഭാവം അവർ പുറത്തെടുക്കുകയാണ്. കൈക്കാലുകൾ കെട്ടിയിട്ട് അദ്ദേഹത്തിനെ അവരുടെ അടിമകളുടെ കൂട്ടത്തിലേക്ക് വെക്കുന്നു. ശേഷം ജൂതനായ ഒരു അടിമക്ക് ഇദ്ദേഹത്തെ വിൽക്കുകയാണ്. ആ പണവും അവർ സ്വീകരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ സമ്പാദ്യം അവർ ഏറ്റെടുക്കുന്നു. അറബികളെ സംബന്ധിച്ചിടത്തോളം ജാഹിലിയ കാലഘട്ടമാണത്. ചോദിക്കാനോ പറയാനോ ആരുമില്ലാത്ത പേർഷ്യയിൽ നിന്ന് വന്ന കുടുംബപരമായിക്കൊണ്ടോ ഗോത്രപരമായിക്കൊണ്ടോ ആരും ചോദിക്കാൻ വരാത്ത ഒരു ആളെ അദ്ദേഹത്തിനെ അടിമയാക്കി വിറ്റു എന്നുള്ളത് കൊണ്ട് ഈ ഗോത്രത്തിനൊന്നും വരാനില്ല. അവർക്ക് സാമ്പത്തികമായ നേട്ടവുമാണത്. അതുകൊണ്ട് അവരൊന്നും മറുത്തൊന്നും ചിന്തിക്കാതെ അദ്ദേഹത്തെ വിൽക്കുകയാണ്. സൽമാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പേർഷ്യയിലെ അതിസമ്പന്നനായിരുന്ന ഒരു മനുഷ്യനാണ് ഇതുപോലെ അടിമയായി കൈക്കാലുകൾ കെട്ടപ്പെട്ട് ഒരു ജൂതന് വിൽക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആ അവസരത്തിലും സൽമാൻ തങ്ങളുടെ സ്വഭാവം, അദ്ദേഹം അത്യധികം ക്ഷമാപൂർവം താൻ ജീവിതത്തിൽ വരാൻ പോകുന്ന ആ യാഥാർത്ഥ്യത്തിലേക്കുള്ള അല്ലെങ്കിൽ താൻ കാണാൻ പോകുന്ന ആ പ്രവാചകനെ തേടിയുള്ള അദ്ദേഹത്തിൻ്റെ ആ ദിവ്യസ്മരണയിൽ സൽമാൻ തങ്ങളെല്ലാം ക്ഷമിച്ചുകൊണ്ട് അപാരമായ എല്ലാവിധ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് തവക്കുലിലായിക്കൊണ്ടാണ് ജീവിതം പിന്നീട് മുന്നോട്ട് നീക്കുന്നത്. അങ്ങനെ ഈ ജൂതനുമായിട്ടുള്ള കാലങ്ങളും അങ്ങനെ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം ഈ ജൂതൻ തൻ്റെ ബന്ധുവായ മദീനയിലുള്ള ഒരാൾക്ക് ഈ സൽമാൻ തങ്ങളെ വിൽക്കുകയാണ്. അങ്ങനെ ബനൂ ഖുറൈള ഗോത്രക്കാരനായിരുന്ന മദീനക്കാരൻക്കാണ് ഈ യജമാനൻ ജൂതനായ ആൾ സൽമാൻ തങ്ങളെ വിൽക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ മദീനയിലേക്ക് വരികയാണ്. തൻ്റെ ഗുരു തനിക്ക് കാലങ്ങൾക്ക് മുന്നേ പറഞ്ഞു കൊടുത്ത ആ പ്രവാചകൻ എത്താൻ പോകുന്ന നാടിനെ പറ്റിയുള്ള സവിശേഷതകൾ തൻ്റെ കണ്ണുകൊണ്ട് സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു കാണുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതീവമായ സന്തോഷമാണ് അദ്ദേഹത്തിൽ ഉണ്ടാകുന്നത്. കാരണം തൻ്റെ നാട്ടിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തേക്ക് വരാൻ പോകുന്ന പ്രവാചകനെ നേരിട്ട് കാണാൻ പോവുകയാണ്, പുതിയൊരു മതം സ്വീകരിക്കാൻ പോവുകയാണ്. അത്രത്തോളം സന്തോഷത്തോടെയാണ് പ്രവാചകന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത്. താൻ അടിമയായിട്ട് പോലും താൻ വരാനിരിക്കുന്ന ആ പ്രവാചകന് വേണ്ടിയുള്ള കാത്തിരിപ്പ് അദ്ദേഹം തുടരുകയാണ്. മദീനയിൽ അദ്ദേഹം തൻ്റെ പുതിയ യജമാനൻ്റെ കീഴിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതം കഴിഞ്ഞു പോകുന്നു. ഈ കഥയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു മനോഹരമായ പാഠമുണ്ട്. നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് നമ്മൾ എത്തിപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന ഒരുപാട് പ്രതിസന്ധികളെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കഥ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അന്ന് അദ്ദേഹത്തെ ആ കിണറ്റിൽ കൊണ്ടുപോയി ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം പിന്നീട് ഈജിപ്തിലെ ഭരണാധികാരിയായിട്ട് മാറുമായിരുന്നില്ല. അതുപോലെയാണ് ഈ സൽമാൻ തങ്ങളും അദ്ദേഹത്തെ ഈ അടിമയാക്കി ഇതുപോലെ വിറ്റിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും അദ്ദേഹം പ്രവാചകൻ്റെ അടുത്ത് എത്തുമായിരുന്നില്ല. ഇതുപോലെ ഓരോ പ്രതിസന്ധികളാണ് നമ്മളെ യഥാർത്ഥ അനുഗ്രഹത്തിലേക്കും വിജയത്തിലേക്കൊക്കെ എത്തിക്കുന്നത്. ആ പ്രതിസന്ധികളിൽ മുഴുവനും നമ്മൾ ക്ഷമാപൂർവം അള്ളാഹുവിലെല്ലാം ഭരമേൽപ്പിച്ച് ക്ഷമയോടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കാലം അങ്ങനെ കടന്നു പോകുന്നു. ഒരു ദിവസം തൻ്റെ യജമാനൻ്റെ തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു. ഈത്തപ്പന കുലകൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈന്തപ്പന മരത്തിൻ്റെ മുകളിലാണ്. അങ്ങനെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കെ ഈ യജമാനൻ്റെ ഒരു ബന്ധു അവിടെ ഓടി വരുന്നുണ്ട്. താഴെ ഈ ബന്ധുവും തൻ്റെ യജമാനനും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മരത്തിൻ്റെ മുകളിലിരിക്കുന്ന സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു കേൾക്കുകയാണ്. അവിടേക്ക് ഓടിയെത്തിയ ആ ബന്ധു യജമാനനോട് സംസാരിക്കുകയാണ്. മക്കയിൽ നിന്ന് പ്രവാചകത്വം വാദിക്കുന്ന പുതിയ മതവുമായിട്ട് ഒരാൾ യസ്രിബിലേക്ക് വരാൻ പോകുന്നു. അവർക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടുകളും നൽകുന്നത് ഔസ് ഖസ്റജ് ഗോത്രക്കാരാണ് എന്ന വാർത്തയാണ് ആ ബന്ധു യജമാനോടൊന്ന് പറയുന്നത്. മരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു ആ വാർത്ത കേൾക്കുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ വിറച്ചു പോവുകയാണ്.
താൻ എന്താണ് കേൾക്കുന്നത്? ഇത്രയും കാലം താൻ നേടി നടന്നിരുന്ന സത്യം, ആ യാഥാർത്ഥ്യം, ആ പ്രവാചകൻ തൻ്റെ കൺമുന്നിലേക്ക് എത്താൻ പോവുകയാണ്. സന്തോഷം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് തന്നെ മരത്തിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആ ബന്ധുവിനോട് താങ്കൾ എന്താണ് സംസാരിച്ചത്, അതിൻ്റെ കൂടുതൽ വിശദവിവരങ്ങൾ ചോദിക്കുകയാണ്. യജമാനന് ദേഷ്യം വരുന്നു. കാരണം അടിമകൾക്ക് അത്രമേൽ സ്വാതന്ത്ര്യങ്ങളൊന്നും നൽകാത്ത അത്രമേൽ ഹീനമായ കാലമാണത്. അടിമകൾക്ക് അവരുടെ മാനുഷിക മൂല്യങ്ങൾ പോലും നൽകാതെ അത്രയും ക്രൂരമായി അവരോട് പെരുമാറുന്ന കാലത്തിൽ നിന്നാണ് ഇസ്ലാം ആ അടിമ സമ്പ്രദായത്തെ തുടച്ചു നീക്കുന്ന തരത്തിലേക്ക്, അടിമകളെ മോചിപ്പിക്കുന്നവർക്ക് സ്വർഗവാഗ്ദാനങ്ങൾ പോലും നൽകുന്ന തരത്തിലേക്ക് ഇസ്ലാം അടിമ മോചനത്തിനും അവരുടെ പരിവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പരിശ്രമിച്ചതെന്ന് നമ്മൾ ഈ അവസരത്തിൽ അടിവരയിട്ട് വായിക്കേണ്ടതാണ്. യജമാന് സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹുവിനെ പൊതിരെ തല്ലുകയാണ്. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമായിരുന്നില്ല. ആ മുറിവുകളും വേദനകളൊക്കെ അദ്ദേഹം ക്ഷമയോടെ കടിച്ചു പിടിക്കുകയാണ്. ശേഷം അന്ന് രാത്രിയിൽ സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു അന്ന് ഭക്ഷണമായി കിട്ടിയ ഈത്തപ്പഴങ്ങളുമായിട്ട് ആ പ്രവാചകനെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുബായിലെത്തിയിട്ടുള്ളൂ. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് ഹിജറ ചെയ്ത് മദീനയിലേക്ക് എത്തിയിട്ടില്ല. തൊട്ടടുത്തുള്ള ഖുബാ ഗ്രാമത്തിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമായി അവതരിപ്പിക്കുന്ന, ജനനം മുതൽ അവസാനം വരെ അവതരിപ്പിക്കുന്ന ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ കാണാത്ത ആളുകളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിൻ്റെ പ്ലേലിസ്റ്റ് ചാനലിലുണ്ട്, ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കത് കാണാം. അതിൽ നമ്മൾ ഈ ഹിജറയുടെയും ഈ കുബാ ഗ്രാമത്തിൻ്റെയും മദീനയുടെ ഒക്കെ സവിശേഷമായ ചരിത്ര കഥകളിലൂടെ ഇതുപോലെ ഇങ്ങനെ മനോഹരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക മാത്രം ചെയ്യുന്നു. അങ്ങനെ പ്രവാചകൻ കുബായിലെത്തിയിട്ടുള്ളൂ. സൽമാൻ തങ്ങൾ ആ ഈത്തപ്പഴവുമായിട്ട് ആ കുബായിലേക്ക് ചെല്ലുകയാണ്. അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. പ്രവാചകൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഇത് ഒരു സ്വതക്കയാണ്, അതുകൊണ്ട് നിങ്ങളിത് സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ്റെ അടുത്തേക്ക് ആ ഈത്തപ്പഴം നൽകുകയാണ്. സത്യത്തിൽ തൻ്റെ ഗുരു പറഞ്ഞ ആ പ്രവാചകൻ തന്നെയാണോ ഇത് എന്ന് സൽമാൻ തങ്ങൾ പരീക്ഷിക്കുകയാണ്. സ്വതക്കയാണ് എന്ന് പറഞ്ഞതോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുള്ള അനുചരരോടൊക്കെ ആ ഈത്തപ്പഴം കഴിക്കാൻ പറയുന്നു. സൽമാൻ തങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്. ഒരു ഈത്തപ്പഴം പോലും ആ പ്രവാചകൻ കഴിക്കുന്നില്ല. തൻ്റെ ഗുരു പറഞ്ഞ ഒന്നാമത്തെ തെളിവ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. സൽമാൻ തങ്ങൾ തിരിച്ചു പോരുന്നു. ആഴ്ചകൾക്ക് ശേഷം അന്ന് തനിക്ക് ഭക്ഷണമായിട്ട് കിട്ടിയ ഈത്തപ്പഴവുമായിട്ട് വീണ്ടും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് മദീനയിലേക്ക്, അല്ലെങ്കിൽ പ്രവാചകന്റെ സവിധത്തിലേക്ക് ചെല്ലുന്ന സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം ഇതെൻ്റെ പ്രിയപ്പെട്ട, ഞാൻ സ്നേഹത്തോടെ സമർപ്പിക്കുന്ന ഹദിയയാണ്, സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകനായി ഈത്തപ്പഴം നൽകുന്നത്. പ്രവാചകർ വളരെ സന്തോഷത്തോടെ അത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഗുരു പറഞ്ഞ ആ രണ്ടാമത്തെ തെളിവും ഇവിടെ പൂർത്തിയായിരിക്കുന്നു. ഇനിയുള്ളത് അവരുടെ പ്രവാചകന്റെ ശരീരത്തിൻ്റെ പിറകിലുള്ള ആ ഖാത്തമുൻ നബി, ആ പ്രവാചകത്വത്തിൻ്റെ മുദ്ര കാണുക എന്നുള്ളതാണ്. അതിനുള്ള ഓരോ അവസരവും കാത്തുകൊണ്ടാണ് സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു നിൽക്കുന്നത്. ഒരു ദിവസം പ്രവാചകനെ കാണാൻ ചെല്ലുന്ന സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു കാണുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ജനാസയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കർമ്മങ്ങളിലാണ്. നമ്മൾ പൊതുവെ ഇഹ്റാമിലൊക്കെ ധരിക്കുന്ന ഒരു അര വസ്ത്രവും ഒരു മേൽമുണ്ടുമാണ് പ്രവാചകൻ ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മേൽമുണ്ട് എങ്ങനെയെങ്കിലും മാറ്റി പ്രവാചകത്വ മുദ്ര പരിശോധിക്കുക എന്നുള്ളതായിരുന്നു സൽമാൻ തങ്ങളുടെ പദ്ധതി. അങ്ങനെ പ്രവാചകന്റെ പിറകെ തന്നെ നടക്കുകയാണ്. തൻ്റെ പിറകിൽ ഇതുപോലെ ഈ ഉദ്ദേശവുമായിട്ട് നടക്കുന്ന സൽമാൻ തങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ മേലുടുപ്പ് ചെറുതായിട്ടൊന്ന് താത്തി ആ പ്രവാചക മുദ്ര കാണുന്ന തരത്തിലേക്ക് മാറ്റിക്കൊടുക്കുന്നു. മൂന്നാമത്തെ തെളിവും സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു കാണുകയാണ്. സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു അത്രയും ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ഇവിടെ വാക്കുകൾക്ക് പോലും വിശദീകരിക്കാനാവാത്ത അദ്ദേഹത്തിൻ്റെ സന്തോഷം. കാരണം ഇത്രയും കാലം, നീണ്ട 30 വർഷത്തിലേറെ അദ്ദേഹം ഈ യാഥാർത്ഥ്യം തേടിയാണ്, ഈ സത്യം തേടിയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. അത് അവസാനം അടിമയാകേണ്ടി വരിക പോലും ചെയ്യുന്ന, ഇപ്പോൾ അദ്ദേഹം നിലവിൽ അടിമയായിട്ടാണ് ജീവിക്കുന്നത്. പെർഷ്യയിലെ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച മജൂസിയായിരുന്ന അദ്ദേഹം ഇവിടെ മദീനയിൽ അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. ആ ദുരിതങ്ങളിലൂടെ മുഴുവനും അദ്ദേഹം കടന്നുപോയത് ഈ യാഥാർത്ഥ്യത്തിന് വേണ്ടിയാണ്. പ്രവാചകനെ കണ്ടുമുട്ടുന്നു, ഓടി ചെല്ലുന്നുണ്ട്, പ്രവാചകനെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൽമാൻ തങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കുന്നു. സൽമാൻ ഫാരസി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ മനോഹരമായ തീരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്.
സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ ഇത്രയും പരിശ്രമിച്ചുകൊണ്ട് ഈ യാഥാർത്ഥ്യത്തിലേക്ക് വേണ്ടി ഇത്രയും കാലത്തെ ദുരിതങ്ങൾ അനുഭവിച്ചുകൊണ്ട് നേടിയെടുത്ത മതമാണ് നമ്മൾക്ക് വളരെ ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു കഷ്ടപ്പാടുകളും ചെയ്യാതെ നമ്മുടെ കയ്യിലെത്തിയിട്ടുള്ളത്. നമ്മൾ അതുകൊണ്ട് അത്രയും മൂല്യമായിട്ട് അതിനെ സംരക്ഷിക്കണം, അതിൻ്റെ ചിഹ്നങ്ങളും അതിൻ്റെ അടയാളങ്ങളൊക്കെ അത്രമേൽ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. സൽമാൻ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അടിമയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദ്യ യുദ്ധങ്ങളിലൊന്നും, ബദറിലോ ഉഹുദിലോ ഒന്നും അദ്ദേഹത്തെ നമുക്ക് കാണാനാവില്ല. അടിമയായിരുന്നു, സദാസമയം യജമാനൻ്റെ കൂടെയാണ്. അങ്ങനെ ഒരു ദിവസം പ്രവാചകൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ പറയുന്നത്, നിങ്ങൾ മോചനദ്രവ്യം എഴുതുക. മോചനദ്രവ്യം എന്ന് പറഞ്ഞാൽ സാധാരണ ഉണ്ടായിരുന്ന, യൂറോപ്പിലൊക്കെ അക്കാലത്ത് നിലവിലുണ്ടായിരുന്ന ഒരു അടിമ സമ്പ്രദായം ആയിരുന്നില്ല അറേബ്യയിലെ അടിമ സമ്പ്രദായം. ഒരു അടിമക്ക് മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് യജമാനന് മോചനദ്രവ്യം എഴുതാം. ആ യജമാനൻ പറയുന്ന ഒരു സംഖ്യ, ഭീമമായ സംഖ്യമായിരിക്കും, എങ്കിലും ജോലി ചെയ്തുകൊണ്ട് ആ പണം സമ്പാദിച്ചുകൊണ്ട് ആ പൈസ നൽകി കഴിഞ്ഞാൽ ആ അടിമയെ സ്വതന്ത്രമാക്കണം എന്നുള്ളത് യജമാനൻ്റെ മേലൊരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് മോചനദ്രവ്യം എഴുതാൻ വേണ്ടിയിട്ട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം സൽമാൻ തങ്ങളോട് പറയുകയാണ്. അങ്ങനെ തൻ്റെ യജമാനൻ 300 ഈന്തപ്പന മരങ്ങളും 40 ഊക്കിയ അഥവാ 40 സ്വർണ്ണ നാണയങ്ങളാണിത്, അത്രയും വലിയ ഒരു സംഖ്യയാണ് സൽമാൻ തങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. സൽമാൻ തങ്ങൾ വളരെ നിരാശയോടുകൂടെയാണ് പ്രവാചകൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഇത് പറയുന്നത്. കാരണം 300 പാകമായ ഈന്തപ്പന മരങ്ങളെ നൽകുക എന്നുള്ളത് അത്രത്തോളം വളരെ പരീക്ഷണം നിറഞ്ഞ കാലമാണ്. എങ്ങനെയാണ് വെൽക്കുന്ന മുഴുവനും ഈന്തപ്പഴ മരങ്ങളൊന്നും വേരിൽ പിടിക്കുകയോ അത് മരങ്ങളായിട്ട് മാറാൻ അത്രയും കാലം കാത്തിരിക്കേണ്ട വരും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട അനുചരനെ സഹായിക്കുക. എല്ലാവരോടും തങ്ങളുടെ കയ്യിലുള്ള ഈന്തപ്പന തയ്യ് കൊണ്ടുവരാൻ പറയുന്നു. ഈന്തപ്പന കുരു അല്ലാന്ന് കുഴിച്ചിടുന്നത്, കാരണം കുരു കുഴിച്ചിട്ട് അത്രയും സമയമാവുമല്ലോ. അതുകൊണ്ട് തന്നെ തൈകൾ കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ തങ്ങളുടെ പക്കലുള്ള ഓരോ തൈകളും ഓരോരുത്തർ കൊണ്ടുവരുന്നുണ്ട്. ഓരോ തൈകൾ കൊണ്ടുവരുന്നുണ്ട്, 10 തൈകൾ, 100 തൈകൾ, അങ്ങനെ 300 തൈകൾ നിമിഷ നേരം കൊണ്ട് അവിടെ പൂർത്തിയാവുന്നു. ശേഷം സൽമാൻ തങ്ങളോടും അവിടുത്തെ കൂടിയ അനുചരരോടും പറഞ്ഞുകൊണ്ട് യജമാനൻ്റെ സ്ഥലത്ത് പോയിട്ട് 300 കുഴിയെടുക്കാൻ പറയുന്നു. ഈന്തപ്പന നിങ്ങൾ ഒരിക്കലും കുഴിച്ചിടരുത്, ഞാൻ വന്നിട്ട് മാത്രം കുഴിച്ചിട്ടാൽ മതി, നിങ്ങൾ 300 കുഴി മാത്രം എടുക്കുക എന്ന് പറയുന്നു. അങ്ങനെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹും അനുചരരും ഒക്കെ വളരെ സന്തോഷത്തോടുകൂടെ അവിടെ പോയിട്ട് 300 കുഴി എടുക്കുന്നുണ്ട്. പ്രവാചകൻ വരുന്നു, 300 മരവും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നടുന്ന കാഴ്ച നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു പ്രവാചകനായ, അല്ലെങ്കിൽ മദീനയെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ഭരണാധികാരിയും അറേബ്യ മുഴുവനും അടക്കി വായുന്ന ഭരണാധികാരിയാണ് പ്രവാചകൻ. തൻ്റെ അനുചരനായ ഒരാൾ അവരുടെ അടിമമോചനത്തിന് വേണ്ടിയിട്ട് 300 ഈന്തപ്പന മരങ്ങൾ മണ്ണിൽ നടുന്ന പ്രവാചകൻ എന്ന അത്രമേൽ പ്രിയപ്പെട്ട പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ചരിത്രവേളയിൽ നമ്മൾ അതിമനോഹരമായിട്ട് വായിച്ചെടുക്കുന്നുണ്ട്. ആ താൻ കുഴിച്ചിട്ട ഈന്തപ്പന 300 മരവും ഒന്നുപോലും നഷ്ടപ്പെടാതെ അത്രയും പെട്ടെന്ന് തന്നെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ അത് വളർന്ന് വൃക്ഷമായിട്ട് മാറുന്നുണ്ട്. പിന്നീട് 40 ഊക്കിയ കൂടി വേണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരോ കൊണ്ടുവന്നു കൊടുത്ത കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൽമാൻ തങ്ങൾക്ക് ഹദിയായിട്ട് നൽകുന്നു. അത് കൊണ്ടുകൊടുക്കാൻ പറയുന്നു. സൽമാൻ തങ്ങൾ പറയുന്നുണ്ട്, ഇത് 40 ഊക്കിയ ഇല്ലല്ലോ പ്രവാചകനെ, വളരെ കുറഞ്ഞ സ്വർണ്ണ നാണയങ്ങളുള്ളൂ. പ്രവാചകൻ അത് കൊണ്ടുപോയി എന്നിട്ട് യജമാനന് സമർപ്പിക്കാൻ പറയുന്നു. അങ്ങനെ യജമാനന് കൊണ്ടുപോയി കൊടുത്ത് അത് എണ്ണി നോക്കുമ്പോൾ അത് 40 ഊക്കിയകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ മരവും സ്വർണ്ണമൊക്കെ കൊണ്ട് തന്നെ അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം അവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. സ്വതന്ത്രനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. പിന്നീട് ഹന്തക്ക് യുദ്ധത്തിനുള്ള വിളിയാളം വരുന്നുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് മക്കയിൽ നിന്ന് അത്രയും വലിയൊരു സൈന്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മദീനയൊക്കെ ആക്രമിക്കാൻ വരികയാണ് എന്നറിഞ്ഞപ്പോൾ വളരെ പരീക്ഷണ ഘട്ടത്തിൽ നിൽക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരു പുതിയ ആശയം കൈമാറുന്നുണ്ട്. തങ്ങൾ പേർഷ്യയിലേക്ക് സ്വീകരിച്ചിരുന്നൊരാശയം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മദീനയുടെ സാഹചര്യം എന്നുള്ളത് അതിൻ്റെ 2 ഭാഗങ്ങൾ അഗ്നിപർവ്വതങ്ങളാൽ, കറുത്ത വലിയ അഗ്നിപർവ്വതങ്ങളാൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ആ 2 ഭാഗങ്ങളിലൂടെ ഒരിക്കലും കുതിരകൾ വഴിയോ ഒട്ടകങ്ങൾ വഴിയോ ആർക്കും മദീന എത്താൻ സാധിക്കുകയില്ല. ഒരു ഭാഗം തിങ്ങി നിറഞ്ഞ ഈന്തപ്പന മരങ്ങളാണ്. അതിലൂടെയും ഒരു യുദ്ധ സൈന്യത്തിന് അതുവഴി പ്രവേശിച്ച് മദീനയിലേക്ക് പെട്ടെന്ന് എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മദീനയുടെ ഒരു ഭാഗം മാത്രമാണ് ഫ്രീ ആയിട്ട് കിടക്കുന്നത്. ആ ഭാഗത്തൊരു കിടങ്ങ് കുഴിക്കുക എന്നുള്ളതായിരുന്നു സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുന്നിൽ സമർപ്പിച്ചിരുന്ന ഐഡിയ.
അവിശ്വാസികളായ ആളുകൾ കൊണ്ട് നടന്നിരുന്ന സിസ്റ്റമായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊന്നും കാര്യമാക്കുന്നില്ല. നല്ലൊരു ആശയം, നല്ലൊരു ഐഡിയ കിട്ടിയപ്പോൾ സ്നേഹത്തോടെ പ്രവാചകൻ അത് സ്വീകരിക്കുകയാണ്. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തൊക്കെ അവരുടെ വിശപ്പ് പോലും സഹിച്ച് വയറ്റിൽ കല്ലൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് കുതിരക്ക് ചാടി കടക്കാൻ പോലും അത്ര വിസ്തൃതിയിലും ആഴത്തിലൊക്കെയുള്ള ഒരു വലിയ കിടങ്ങ് മദീനയുടെ ആ ഭാഗത്ത് കുഴിക്കുകയാണ്. അത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത വലിയ യുദ്ധതന്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ ഖുറൈശികൾക്കൊന്നും ചെയ്യാനാവാതെ അവർ തിരിച്ചു പോവുകയും മുസ്ലിങ്ങളായ യുദ്ധം വിജയിക്കുകയൊക്കെ ചെയ്യുന്ന മനോഹരമായ കാഴ്ചയാണ് ചരിത്രം നമ്മോട് പറയുന്നത്. മറ്റൊരു യുദ്ധവേളയിലാണ് അൻസാരികളും മുഹാജിരീങ്ങളും ഒക്കെ ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെ തങ്ങളിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പ്രവാചകനോട് പറയുന്നത്. അഥവാ അദ്ദേഹം അൻസാരിയുമല്ല മുഹാജിറുമല്ല, കാരണം അദ്ദേഹം പെർഷ്യയിൽ നിന്ന് വന്ന് മദീനയിൽ എത്തിച്ചേർന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അൻസാരിയാണെന്ന് മദീനക്കാർ ആവശ്യപ്പെടുന്നു, അദ്ദേഹം മുഹാജിറാണ് എന്ന് മക്കക്കാർ ആവശ്യപ്പെടുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സഹാബത്ത്. ആ സമയത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ട്, അദ്ദേഹം മുഹാജിറോ അൻസാറോ അല്ല, അദ്ദേഹം അഹ്ലു ബൈത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പേർഷ്യയിൽ ജനിച്ച അദ്ദേഹത്തെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അഹ്ലു ബൈത്തിലേക്ക് ചേർക്കുന്ന മനോഹരമായ കാഴ്ച. അദ്ദേഹം അത്രയും കാലം കഷ്ടപ്പെട്ട് നേടിയെടുത്ത ആ സത്യത്തിനൊക്കെയുള്ള വലിയ പ്രതിഫലമായിക്കൊണ്ട് അദ്ദേഹത്തെ അഹ്ലു ബൈത്തിലേക്ക് ചേർക്കുകയാണ് പ്രവാചകൻ. വളരെ വലിയ പാണ്ഡിത്യത്തിനുടമയായിരുന്നു. സദാസമയം പ്രവാചകൻ്റെ കൂടെ നടക്കുകയും ഇസ്ലാമികമായ നിയമങ്ങളും നമ്മൾ നേരെ സൂചിപ്പിച്ചതുപോലെ ആ സത്യവും ആ യാഥാർത്ഥ്യവും ഖുർആനിലൊക്കെ വളരെ അഗാധമായ പാണ്ഡിത്യമുള്ള അലി റളിയല്ലാഹു അൻഹു ലുക്മാനുൽ ഹക്കീം എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. അത്രയും മേൽ പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിട്ട് പിന്നീട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മാറുകയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു സയ്യിദുൽ ഉലമ എന്നാണ് അദ്ദേഹത്തെ പ്രവാചകൻ വിശേഷിപ്പിക്കുന്നത്. ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പോലും പലപ്പോഴും തൻ്റെ ശിഷ്യന്മാരോട് ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് പോയിട്ട് അറിവുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് കൽപ്പിക്കുമായിരുന്നു. അത്രത്തോളം പാണ്ഡിത്യം നിറഞ്ഞ ഒരുപാട് ഹദീസുകളിലൊക്കെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യം വിളിച്ചോതുന്ന ഒരുപാട് സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ തങ്ങളുടെയൊക്കെ കാലശേഷം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് പേർഷ്യ കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടേക്ക് പറഞ്ഞേക്കതിൻ്റെ സംഘത്തിൻ്റെ നേതാവായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു നിയോഗിക്കുന്നത് ഈ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനെയാണ്. കാരണം ആ നാടും അവിടുത്തെ രീതികളും അവിടുത്തെ ഭാഷയൊക്കെ വശമുള്ളത് ഈ സൽമാൻ തങ്ങൾക്കാണല്ലോ. അങ്ങനെ അവിടെ ചെല്ലുന്നുണ്ടെന്ന് അദ്ദേഹം അവരോട് സംസാരിക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ വളരെ പ്രസിദ്ധമാണ്. ഞാൻ നിങ്ങളിൽപ്പെട്ട ആളായിരുന്നു, ശേഷം അള്ളാഹു എന്നെ ഇസ്ലാം കൊണ്ട് അനുഗ്രഹിച്ചു, നിങ്ങളും അതിലേക്ക് വരണം, ആ അനുഗ്രഹം നിങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രഭാഷണമുണ്ട്. ശേഷം ആ നാട് ഇസ്ലാമിൻ്റെ കീഴിൽ വരുന്നതും അവിടെ മദാഇൻ എന്ന സ്ഥലത്ത് അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറായിട്ട് നിയോഗിക്കുകയൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ 70-ാമത്തെ വയസ്സിലാണിത്. ആ നാട്ടിൽ നിന്ന് സത്യം തേടിയിട്ട് യാത്ര തിരിച്ച സമ്പന്നനായ ആ പുത്രൻ അടിമ ജീവിതമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആ നാട്ടിലേക്ക് തന്നെ ഭരണാധികാരിയായിട്ട് ഗവർണറായിട്ട് നിയോഗിക്കപ്പെടുന്ന കാലത്തിൻ്റെ കാവ്യനീതി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം ഭരണാധികാരിയായിട്ട് ജീവിക്കുമ്പോൾ പോലും വളരെ എളിമയോടുകൂടെ സാധാരണക്കാരുടെ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. ഒരു മനോഹരമായ സംഭവം പറയുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ വലിയ ഭാരവും ഏറ്റിയിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പുറം നാടുകളിലുള്ള ആളാണ്. ഗവർണറെയോ ഈ ഖലീഫയോ ഒന്നും അദ്ദേഹത്തിന് പരിചയമില്ല. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ വസ്ത്രത്തിൽ നിൽക്കുന്ന ഈ ഗവർണറെ കണ്ടപ്പോൾ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണെന്ന് കരുതിയിട്ട് ആ കച്ചവടക്കാരൻ പറയുന്നു, എൻ്റെ ഭാരം ഒന്ന് ഏറ്റി ഒന്ന് സഹായിക്കാമോ, ഞാൻ അത്രയും ക്ഷീണിച്ചിട്ടുണ്ട്, ഒരാളെ സഹായിക്കാൻ കിട്ടിയ അവസരമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു വളരെ സന്തോഷത്തോടു കൂടെ അദ്ദേഹത്തിൻ്റെ ഭാരവും ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ പിറകെ നടക്കുകയാണ്. ഒരുപാട് ദൂരം മുന്നോട്ട് പോയപ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. ഗവർണർ, ഞാൻ ചുമന്നോളാം, നിങ്ങളിത് ബുദ്ധിമുട്ടേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ചുമട് ഏറ്റുവാങ്ങാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പുറം നാട്ടിൽ നിന്ന് വന്ന കച്ചവടക്കാരൻ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. എന്തിനാണ് ഇയാൾക്ക് ഇത്രയും മാത്രം പ്രത്യേകത, എന്താണ്, എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചുമട് വാങ്ങുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ആളുകൾ പറയുന്നുണ്ട്, ഇത് നാട്ടിലെ ഗവർണറാണ് എന്ന് പറയുന്നു. അദ്ദേഹം സൽമാൻ തങ്ങളുടെ കാൽ കീഴിൽ കിടന്നിട്ട് ക്ഷമ ചോദിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ എഴുന്നേൽപ്പിച്ച് സന്തോഷത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആ ചരക്ക് കൊണ്ടുപോയി കൊടുക്കുന്ന മനോഹരമായ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ വായിച്ചെടുക്കുന്നു. അങ്ങനെ കാലങ്ങൾ അങ്ങനെ കഴിഞ്ഞുപോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്താണ് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറയുന്നത്. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ നമുക്ക് വായിച്ചെടുക്കാനാകും, മരണവേളയിൽ കിടക്കുന്ന സൽമാൻ തങ്ങളുടെ വീട്ടിലേക്ക് സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു ചെല്ലുന്നുണ്ട്. ആ സമയത്ത് സൽമാൻ തങ്ങൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സഅദ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, സൽമാൻ തങ്ങൾ നിങ്ങൾ എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, പ്രവാചകൻ്റെ കൽപ്പന ഞാൻ പൂർണ്ണമായി അനുസരിച്ചിട്ടില്ല എന്നെനിക്കൊരു തോന്നൽ വരികയാണ്. ആ സമയത്ത് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? ആ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നു, പ്രവാചകൻ പറഞ്ഞിട്ടില്ലേ നമ്മളൊരു വഴിയാത്രക്കാരെ പോലെ ജീവിക്കണമെന്ന്. പക്ഷേ ഞാൻ അതൊന്നും കേൾക്കാതെ ദൈവത്തിൽ ഒരുപാട് സമ്പാദിച്ചതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം ആ ഹദീസിൽ അദ്ദേഹം പറയുന്നുണ്ട്, മരണാസന്നനായി അദ്ദേഹം കിടക്കുമ്പോൾ തൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ആ ചെറിയ ചെറ്റക്കുടിലിലേക്ക് അദ്ദേഹം നോക്കുന്ന സമയത്ത് അവിടെ അവശേഷിക്കുന്നത് രണ്ടേ രണ്ട് സാധനമാണ്. ഭക്ഷണം കഴിക്കാനുള്ള ഒരു പാത്രവും വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്ലാസും മാത്രം. ജീവിതത്തിലെ സമ്പാദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളത് ഒരേ ഒരു സാധനം മാത്രമാണ്. ഗവർണറായി അദ്ദേഹം ഇവിടെ പേർഷ്യയിലെത്തിയതിന് ശേഷമാണ് ആളുകൾ അദ്ദേഹത്തിന് ഒരു ചെറിയ വീട് വെച്ച് കൊടുക്കുന്നത്. അദ്ദേഹം ഒരിക്കലും അതിന് പോലും സമ്മതിക്കുന്ന പോലുമില്ല. എന്നിട്ടും വളരെ ചെറിയ വീടാണ്, നിങ്ങൾക്ക് മഴ ലഭിക്കാതെ വെയിൽ കൊള്ളാതെ കിടക്കാനുള്ള ഒരു വീടാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമ്മതിപ്പിച്ചുകൊണ്ടാണ് ആ വീട് തന്നെ അവർ പണിത് കൊടുക്കുന്നത്. അത്രത്തോളം സൂക്ഷ്മതയോടെ വളരെ ദരിദ്രമായിട്ട് ജീവിച്ച സൽമാൻ തങ്ങളാണ് ഈ വാക്കുകൾ പറഞ്ഞിട്ട് പൊട്ടിക്കരയുന്നത്. സഅദ് ബിൻ അബീ വക്കാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ശേഷം ഭൃത്യനെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന സൂക്ഷിച്ചിരുന്ന ഒരു പൊതി ആ ഭൃത്യന് കൊടുക്കുന്നു. അത് നല്ല കസ്തൂരിയായിരുന്നു. തൻ്റെ കട്ടിലിന് ചുറ്റും അത് തെളിക്കാൻ വേണ്ടിയിട്ട് പറയുന്നു. കാരണം ഇന്നിവിടെ നല്ല അതിഥികൾ വരുന്ന ദിവസമാണ്. അവർ ഭക്ഷണമൊന്നും കഴിക്കില്ല, പക്ഷെ അവർക്ക് സുഗന്ധം വളരെയധികം ഇഷ്ടമാണെന്ന് പറയുന്നു. ആ സമയത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് മരണവേളയിൽ തൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്ന മാലാഖമാരെ പറ്റിയാണ്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് തന്നെയുണ്ട്, നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കണം, ഉള്ളി കഴിച്ചിട്ട് പോകരുത്, അത് ദുർഗന്ധം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നത് മലക്കുകൾക്ക് നമ്മുടെ സുഗന്ധം അനുഭവിക്കാനാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അങ്ങനെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഒരു മനോഹരമായ സംഭവം പറയുന്നത്, തൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ്റെ സ്വപ്നത്തിലേക്ക് സൽമാൻ തങ്ങൾ വരുന്നതാണ്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ജീവിതകാലത്ത് സ്വപ്നത്തിലേക്ക് വന്നപ്പോൾ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹുവിനോട്, മുസ്ലിം പോലുമല്ല ആ കൂട്ടുകാരൻ, ജൂതനായിരുന്ന കൂട്ടുകാരൻ, പിന്നീടാണ് അദ്ദേഹം മുസ്ലിം ആവുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ജീവിതകാലത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയ ഒരു കർമ്മം എന്താണ്? ആ സമയത്ത് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഒരു ടെൻഷനും ഇല്ലാതെ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഈ ലോകം മുഴുവനും പടച്ച് സൃഷ്ടിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും സമർപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയതും ആ കാര്യത്തിനാണ് എന്നുള്ള ഉപദേശവും സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ആ വേളയിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതമൊക്കെ വായിക്കുന്ന അവസരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങളെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുകയോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ ആലോചിച്ചിട്ട് വിഷമിക്കുകയോ ഒന്നും ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അത് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എല്ലാം അള്ളാഹുവിൽ സമർപ്പിക്കുക. അള്ളാഹു നമുക്ക് നല്ലത് മാത്രമേ വിധിക്കൂ. നമുക്കെന്താണോ നല്ലത് എന്ന് നമുക്ക് നമ്മുടെ നാളെ പോലും അറിയാത്ത നമ്മൾ വിധിക്കുന്ന കാര്യമാണോ, അതോ ഈ ലോകം തന്നെ പടച്ച് സൃഷ്ടിക്കുന്ന അള്ളാഹു നമ്മൾ ഏൽപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു തരുന്ന കാര്യമാണോ ഏറ്റവും നല്ലത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇത്തരത്തിലുള്ള നല്ല അടിമകളുടെ കൂടെ അവൻ്റെ ജന്നാത്തിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നല്ല തവക്കലോടുകൂടെ ജീവിക്കുന്ന അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അവൻ നമ്മയും ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടുകൂടെ അടുത്ത ദിവസം ഒരു മനോഹരമായ കഥയുമായിട്ട് നമുക്ക് വീണ്ടും ഇരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.